എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പരീക്ഷ നമ്മുടെ അവസാന വാക്കല്ല എന്നതിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാ മനുഷ്യരും ഒരു പുസ്തകമാണ്. പരീക്ഷയുടെ ഒരു പേജ് മാത്രം വായിച്ചിട്ട് നമുക്ക് ആ പുസ്തകത്തെ വിധിക്കാൻ കഴിയില്ല. എനിക്ക് ഈ വിഷയം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്ന ഒരു കഥയാണ്. ഒരു കുട്ടി അവനൊരു പരീക്ഷയിൽ തോൽക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വളരെയധികം സങ്കടമാവുകയാണ്. അങ്ങനെ അവന് മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ വളരെയധികം ശകാരമൊക്കെ ലഭിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി ഒരു ദിവസം വിഷമിച്ചുകൊണ്ട് സ്കൂളിൽ വന്നപ്പോൾ അവനെ പഠിപ്പിച്ചുകൊണ്ട് അവൻ്റെ അധ്യാപകൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ നിന്റെ പരീക്ഷയിലാണ് തോറ്റത്, അല്ലാതെ നിന്റെ ജീവിതത്തിലല്ല എന്ന്. ആ ഒറ്റ വാക്കുകൊണ്ട് അവൻ്റെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് ഉണ്ടായത്. അതുതന്നെയാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. ഒരു പരീക്ഷ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയില്ല. ആ പരീക്ഷ കൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ അളക്കാൻ കഴിയുകയുള്ളൂ. ആ പരീക്ഷ കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നോ, അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നപരിഹാര ശേഷി എങ്ങനെയുണ്ടെന്നോ അതൊന്നും നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കണ്ടുപിടിച്ചാൽ നമ്മുടെ ബുദ്ധിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ അതിനളക്കാൻ കഴിയുകയുള്ളൂ. ഇനിയുള്ള കാലം നമുക്കറിയാം. ഇനിയുള്ള കാലം എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ വെറും ഒരു ഡിഗ്രി മാത്രം ഉണ്ടെന്നുള്ളവർക്ക് ജോലി ലഭിക്കാൻ വളരെയധികം സാധ്യത കുറവായിരിക്കും. ഇനിയുള്ള കാലങ്ങളിൽ എന്താണ് വേണ്ടത്? നമ്മൾ പ്രശ്നപരിഹാര ശേഷിയും അതുപോലെ തന്നെ പുതിയ അറിവുകൾ, പുതിയ മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നവരും ഒക്കെയാണ് ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ജോലി സാധ്യത വർദ്ധിച്ചു വരുന്നത്. അല്ലാതെ കാണാപ്പാഠം പഠിച്ച് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് കാണാപ്പാഠം പഠിച്ച് അന്ന് പോയി എഴുതുന്നവർക്കല്ല ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ജോലി ഉണ്ടായിരിക്കുക. അപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം കാണാപ്പാഠം പഠിച്ച് എഴുതുന്നവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അതൊരു ഉപകാരമായി തീരുകയില്ല. നമ്മുടെ പരീക്ഷ വെച്ച് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നമ്മൾ അളവുകോലാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഒരു ആമയും അതുപോലെ തന്നെ ഒരു മീനിനെയും ഒരു കുരങ്ങിനെയും ഒരു ആനേനെയും എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാം ഒരു ക്വസ്റ്റ്യൻ വീതം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. എല്ലാവരും മരത്തിൽ കയറണമെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ മീനിനും ആനയ്ക്കും അത് സാധ്യമാവുകയില്ല. കുരങ്ങന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നത്. കൃത്യമായ ഓരോ കുട്ടികളുടെയും കഴിവ് തിരിച്ചറിയാതെ ഒരു കഴിവ് മാത്രം പഠിച്ചാൽ മതിയെന്ന് കുട്ടികൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ എന്നത്. നമുക്കറിയാം, കുട്ടികൾക്ക് പല കഴിവ് ഉണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് നല്ലവണ്ണം എഴുതാൻ കഴിവുണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് നല്ലവണ്ണം പാടാനും അങ്ങനെ ചിത്രം വരയ്ക്കാനും ഒക്കെ പല കഴിവുകളും ഉണ്ടായിരിക്കും. കായിക രംഗത്തുമൊക്കെ പല കഴിവുകളും ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ അതൊന്നും വേണ്ട എന്നും പഠനം മാത്രം ചെയ്താൽ മതി എന്ന ഒരൊറ്റ ചിന്താഗതി മാത്രമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ അത്രമാത്രം വികസിക്കാത്തതും. നമ്മുടെ ഇന്ത്യയുടെ ഈ ചിന്താഗതി മാറ്റിയാൽ തന്നെ നമ്മുടെ കുട്ടികൾ വലിയ നിലകളിലേക്ക് എത്തിച്ചേരുമെന്നതിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല. കാരണം നല്ലവണ്ണം ചിത്രം വരയ്ക്കാനും പാട്ട് പാടാനും അറിയുന്ന കുട്ടികളെ ആ രംഗത്ത് നല്ലവണ്ണം പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ് അത് വളരെയധികം അഭിമാനമുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയം എന്ന് പറയുമ്പോൾ പരീക്ഷ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ അളക്കുന്ന ഒരു കാര്യമല്ല എന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പരീക്ഷ എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.